അപ്പം ഇന്ന് എൻഫാൻസിൻ്റെ ബർത്ത്ഡേ വ്ലോഗ് ആയാലോ. ഞാനും ഗ്രീഷ്മ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇസാനി മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ബെല്ലയിലാണ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാനായി പോയത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങിക്കാറുള്ളത്. ഇവിടുത്തെ കേക്ക് ഭയങ്കര ടേസ്റ്റിയും നല്ല സോഫ്റ്റുമാണ്. ഇവിടുത്തെ ഒരുവിധം എല്ലാ കേക്ക് ഫ്ലേവേഴ്സും ഞങ്ങൾ ട്രൈ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെ നേരത്തെ തന്നെ പോയതുകൊണ്ട് ഷോപ്പ് ക്ലോസ് ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ കേക്കും എടുത്തിട്ട് ഞാനും ഗ്രീഷ്മയും അവരുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. അതിനുശേഷം ഇസാനിൽ നിന്ന് മെട്രോ കയറി ഞങ്ങൾ അവലാബാരിലെത്തി. ഇപ്പോൾ ടിബിലിസിലെ ഏറ്റവും അടിപൊളി മെട്രോ സ്റ്റേഷൻ അവലാബാരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. ഇതാണ് ബർത്ത്ഡേ ഗേൾ എൻഫ. ഓൾറെഡി റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ചെന്നപാടി ഞങ്ങൾക്ക് ജ്യൂസൊക്കെ എടുത്തു തന്നു. ഇത് എൻഫാജിയും ശ്രേയസും ഞാൻ വീടെടുക്കുന്ന കണ്ട് ഒന്നും അറിയാത്ത പോലെന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ ഓരോരുത്തരായി വന്നു തുടങ്ങി. കുറേ നാൾക്ക് ശേഷമാണ് സഹലിനെ കാണുന്നത്. പാവം പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ഇപ്പം അവനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പുളി കാശവ ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കി തന്നു. അവളെ ഹെൽപ്പാക്കാൻ കുര്യനും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേഹ ആൻഡ് ഫാമിലി വന്നു. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പം കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഗ്യാസിൽ നിന്ന് പേപ്പർ കത്തിച്ചുകൊണ്ട് വന്ന് ആസിഫ ക്യാൻഡിൽ കത്തിച്ച് മാതൃകയായി. പിന്നെ എൻഫാജി കേക്ക് മുറിച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് കേക്ക് വാങ്ങിക്കാൻ വന്നു. ആദ്യം തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഷഹലയാണ് വന്നത്. പിന്നെ ആസിഫ, നേഹ, സാഹിൽ, ഗ്രീഷ്മ എല്ലാവരും തന്നെ വന്നു. ബാക്കിയുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈശോ എല്ലാവർക്കും ഈ കേക്ക് കട്ടാക്കി തന്നു. കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വന്നു. വരുന്ന സമയത്ത് ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി സുഖമായിട്ട് കിടന്നിറങ്ങി. അപ്പോൾ ഓക്കെ, ബാക്കി നാളെ.